കുട്ടികളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സുരക്ഷിതരായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന അധ്യായത്തിൻ്റെ 3rd ക്ലാസ്സാണ്. 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണുള്ള 3 കണ്ടീഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഓർമ്മയുണ്ടോ? ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളോട് തുല്യമായാൽ തുല്യ വശങ്ങൾക്കെതിരെ കിടക്കുന്ന കോണുകളും തുല്യമായിരിക്കും. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. രണ്ടാമത്തെ എന്താണ്? ഇഫ് 2 sides of a triangle and the angle made by them equal to 2 sides of another triangle and the angle made by them, then the third side also equal and the angles opposite to equal sides are equal. Okay. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? If one side of a triangle and the angle at its ends is equal to one side of another triangle and the angles at its ends, then the third angle is also equal and the sides opposite to equal angles are also equal. Okay ആണോ? എങ്കിൽ 3 കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം. നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഐസോസെലസ് ട്രയാങ്കിളിന്റെ 3 പ്രോപ്പർട്ടിയാണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നേരത്തെ പഠിച്ചതാ. 2 sides of a triangle equal. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിൾ ആണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഈ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എന്താണ്? ഈ സൈഡും ഈക്വൽ ആയ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ. അതിന്റെ ഈ വെർട്ടെക്സിൽ നിന്ന് ഞാൻ ഇതിന്റെ മൂന്നാമത്തെ ഈ സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് മടക്കുന്നു. ഓക്കെ, മടക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 2 ട്രയാങ്കിൾസ് കിട്ടി. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും. ഞാൻ ഇതിന്റെ ഫിഗർ ബോർഡിൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ട്രയാങ്കിൾ ABC കണ്ടല്ലോ. ഇതിന്റെ മിഡ് പോയിന്റ് AB എന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് M. തേർഡ് വെർട്ടെക്സ് സിയിൽ നിന്ന് എമ്മിലേക്ക് ഒരു ലൈൻ വരച്ചേക്കുന്നു, CM വരച്ചിരിക്കുന്നു. ഈ 2 ഇപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടി. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ AMC ആൻഡ് ട്രയാങ്കിൾ BMC. ഈ 2 ട്രയാങ്കിളിന്റെയും ഏതൊക്കെ സൈഡാണ് ഈക്വൽ? ഉണ്ടേ, ABC എന്ന ഐസോസെലസ് ട്രയാങ്കിളിന്റെ AC എന്ന സൈഡും BC എന്ന സൈഡും ഈക്വൽ ആണ്. എന്നിട്ട് നമുക്ക് തന്നെ AM ഈക്വൽ ടു MB. എന്തുകൊണ്ടാ? AM ഈക്വൽ ടു MB എന്തുകൊണ്ടാണെന്ന് പറയാമോ? M is the mid point of AB ആണെന്ന് പറഞ്ഞു. മിഡ് പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന ലൈനാണ് CM. Therefore AM ഈക്വൽ ടു MB. ഇനി അടുത്തത് ട്രയാങ്കിൾ AMCയുടെ മൂന്നാമത്തെ സൈഡ് MC എന്ന സൈഡ്. MC ഈക്വൽ ടു BMC എന്ന ട്രയാങ്കിളിന്റെ MC എന്നത് കോമൺ ആണ്. രണ്ടിനും കോമൺ ആയിട്ടുള്ള സൈഡാണ് MC. കൂടാതെ ഇനി നോക്കിയേ, AM ഈക്വൽ ടു MB എന്ന് കിട്ടി. MC ഈക്വൽ ടു MC തന്നെ, രണ്ട് ട്രയാങ്കിളിന് കോമൺ. അടുത്തത് AC. അത് നിങ്ങൾക്ക് ആദ്യമേ നമ്മൾ എഴുതേണ്ടതാണ്. AC ഈക്വൽ ടു BC. അപ്പൊ നോക്കിയേ, ഈ ട്രയാങ്കിളിന്റെ 3 സൈഡും ഈ ട്രയാങ്കിളിന്റെ 3 സൈഡിനോട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. എങ്കിൽ ആംഗിൾ ഓപ്പോസിറ്റ് ഒരു സൈഡ് നമ്മൾ എടുക്കുന്നു. MC എന്ന കോമൺ ആയിട്ടുള്ള സൈഡ്, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളാണ് ആംഗിൾ A. അതുപോലെ ഈ ട്രയാങ്കിളിന്റെ MC എന്ന സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളാണ് ഇത്. ഓക്കെ, ആ 2 ആംഗിളും ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B. അതൊക്കെ ട്രയാങ്കിൾ ABCയുടെ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B. ഏതൊക്കെ സൈഡായിരുന്നു ഈക്വൽ? AC എന്ന സൈഡും BC എന്ന സൈഡും ഈക്വൽ ആയപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ്, BC എന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ A, AC എന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ B, രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കിപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു പൊതു നിയമമായിട്ട് അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? If 2 sides of a triangle equal, then the
ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഒരു ട്രയാങ്കിളിന്റെ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്ക് തുല്യ നീളമാണെങ്കിൽ അവയ്ക്കെതിരെ കിടക്കുന്ന കോണുകളും തുല്യമായിരിക്കും. പുസ്തകത്തിൽ നിയമമായിട്ട് എഴുതിയിട്ടുണ്ട്, അത് എഴുതിയെടുക്കണം. അടുത്തത്, ഇനി നമുക്ക് സി എം എന്ന ലൈനിന്റെ പ്രത്യേകത എന്ന് നോക്കാം. എന്താണ് സി എമ്മിന്റെ പ്രത്യേകത? നമ്മൾ പറഞ്ഞു സി എം എന്ന് പറയുന്നത്, എം എന്ന് പറയുന്നത് എ ബി എന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, നമ്മൾ ട്രയാങ്കിൾ എ എം സി, ട്രയാങ്കിൾ ബി എം സി കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്ന് വശങ്ങളും തുല്യമായതുകൊണ്ട് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ എ സി ഈക്വൽ ടു ബി സി ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എ സി ഈക്വൽ ടു ബി സി എങ്കിൽ ഈ ട്രയാങ്കിൾ എ എം സിയുടെ എ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ എ എം സി. എ എം സി. അതുപോലെ ബി എം സി എന്ന ട്രയാങ്കിളിന്റെ ബി സി എന്ന വശത്തിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് ഇത്. ഈ രണ്ട് ആംഗിളും ഈക്വൽ അല്ലേ? അപ്പോ ആംഗിൾ എ എം സി ഈക്വൽ ടു ആംഗിൾ ബി എം സി ഈക്വൽ ടു ഇത്ര വരും. ടോട്ടൽ ആംഗിൾ തെറ്റിയ ഹാഫ് സർക്കിൾ ആണ്. ടോട്ടൽ ആംഗിൾ 180 ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ 180 ബൈ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ആയിട്ട് വായിക്കുന്നു. 180/2 that is 180/2 എത്രയാ? 90 ഡിഗ്രി. അപ്പൊ ഇത് 90 ഡിഗ്രി, ഞാൻ 90 ഡിഗ്രി ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ വര സിമ്പിൾ ഇട്ടു 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എ എം സി എന്ന ആംഗിൾ 90 ഡിഗ്രി കിട്ടി, ബി എം സി എന്ന ആംഗിൾ 90 ഡിഗ്രി കിട്ടി. അപ്പോൾ സി എം എന്ന ലൈനിന്റെ പ്രത്യേകത എന്താണ്? സി എം എം മിഡ് പോയിന്റും കൂടെ ആയതുകൊണ്ട് സി എം എന്ന ലൈൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി. എ ബിക്ക് പെർപെൻഡിക്കുലറും ആണ്. എം മിഡ് പോയിന്റ് ആയതുകൊണ്ട് സി എം എന്നത് എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ലംബ സമഭാജി എന്ന് പറയും. ലംബ സമഭാജിയാണ്. ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ? ഈ പ്രോപ്പർട്ടി നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്തത്, ഇനി നമുക്ക് ഇതിന് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ സൈഡിന്റെ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സും ഈക്വൽ ആണ്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിനെതിരെ കിടക്കുന്ന വശങ്ങളും തുല്യമായിരിക്കും എന്ന് നമുക്ക് പറയണം. എന്ന് തെളിയിക്കാൻ എങ്ങനെ തെളിയിക്കും? നമുക്ക് ഈ ട്രയാങ്കിൾ തന്നെ വരയ്ക്കണം. ട്രയാങ്കിൾ എ ബി സി എന്ന ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ സി എം എന്ന ലൈൻ വരയ്ക്കണം. സി എം എ ബിയുടെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് എം. അതുകൊണ്ട് നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടി. എ എം സി എന്ന ട്രയാങ്കിളും ബി എം സി എന്ന ട്രയാങ്കിളും. നമുക്കിവിടെ സൈഡ് അല്ല ഈക്വൽ, ആംഗിൾസ് ഈക്വൽ ആയാൽ സൈഡ് ഈക്വൽ ആകുമോ എന്ന് തെളിയിക്കേണ്ടത്. അപ്പൊ ആംഗിൾസ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി എഴുതി. അതാണ് അത് ഗിവൺ. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. ഇനി നമുക്ക് നോക്കിയേ, ട്രയാങ്കിൾ എ എം സിയുടെയും ട്രയാങ്കിൾ ബി എം സിയുടെയും പ്രത്യേകത. ആംഗിൾ നമുക്കറിയാം. എ എം സി ഈക്വൽ ടു 90 ഡിഗ്രി, ബി എം സി ഈക്വൽ ടു 90 ഡിഗ്രി. നമ്മളിപ്പോൾ അത് പ്രൂവ് ചെയ്തേ ഉള്ളൂ. ഈ ആംഗിളും ഈ ആംഗിളും 90 ഡിഗ്രി. ഇനി ഈ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അടുത്ത നോക്കിയേ, എം ഈസ് ദ മിഡ് പോയിന്റ് ആയതുകൊണ്ട് എ എം ഈക്വൽ ടു എം ബി ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷൻ ഓർമ്മയുണ്ടോ? തേർഡ് കണ്ടീഷൻ, ഇഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ് ഈക്വൽ ടു വൺ സൈഡ് ഓഫ് അനദർ ട്രയാങ്കിൾ and the angles at its ends, then the third angle is also equal. Okay ആണോ? Third angle is also equal. പിന്നെ അടുത്തത്, sides opposite to equal angles are also equal. അല്ലെങ്കിൽ other two sides are also equal. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ സൈഡാണ് ബി സി. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് എ സി. രണ്ടും ഈക്വൽ ആവുമല്ലോ. That is, എഴുതാം AC equal to BC. ഓക്കെ ആണോ? നമുക്ക് എന്ത് പറയാം? രണ്ട് ആംഗിൾ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയപ്പോൾ
ആ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സും ഈക്വൽ ആണ്. ഇതെങ്ങനെ നമുക്ക് നിയമമായിട്ട് പറയാം? If two angles of a triangle are equal, then the sides opposite to equal angles are equal. Okay ആണേ? എങ്കിൽ നമുക്കിനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇത് പ്രത്യേകത എന്ന് പഠിക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുന്നു. പി ക്യു ആർ ഒരു സമഭുജ ത്രികോണം ആയാൽ ഇതിന്റെ ആംഗിൾസ് എത്രയായിരിക്കും? എളുപ്പം പറയാം നിങ്ങൾക്ക്. ഈ നിയമം വെച്ച് നമുക്കറിയാം, ഈ രണ്ട് സൈഡും 3 സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് സൈഡും നമ്മൾ ഈക്വൽ ആണെന്ന് കൺസിഡർ ചെയ്യുന്ന ആദ്യം. എങ്കിൽ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ നമുക്ക് എഴുതാമല്ലോ. ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഓക്കെ ആണോ? ഇനി നമ്മൾ വേറെ രണ്ട് സൈഡ് എടുക്കുന്നു. ഈ സൈഡും എടുക്കുന്നു. 3 സൈഡ് ഈക്വൽ ആണ്. നമ്മൾ ആദ്യം 2 സൈഡ് കൺസിഡർ ചെയ്ത് രണ്ട് ആംഗിൾ ഈക്വൽ ആണ് എടുത്തു. അടുത്ത 2 സൈഡ് എടുക്കുന്നു. ദാറ്റ് ഈസ് ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ആർ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ആർ ആണല്ലോ. ദാറ്റ് ഈസ് നമുക്ക് ഇതിന്റെ മെഷർ എങ്ങനെ എഴുതാം? ആംഗിൾ പിയുടെയും ക്യൂവിന്റെയും ആറിന്റെയും മെഷർ എത്രയായിരിക്കും? ഇപ്പോൾ ട്രയാങ്കിളിന്റെ 3 ആംഗിൾ കൂട്ടുമ്പോൾ 3 ആംഗിൾ സം ഓഫ് ദി 3 angles of a triangle 180 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 by 3. ഓക്കെ ആണോ? 3 തുല്യമാണ്. അപ്പം ടോട്ടൽ 180 ബൈ ഓരോ ആംഗിളും 180 by 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ നോക്കിയേ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ് 60 ഡിഗ്രിയാണ്. ഏത് ഉറക്കത്തിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചാലും പറയാം. ഒരു സമഭുജ ത്രികോണത്തിന്റെ 3 ആംഗിൾസും 60 ഡിഗ്രിയാണ്. ഓക്കെ ആണോ? എങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. ഒരു ട്രയാങ്കിൾ ഞാൻ തന്നിരിക്കുന്നു. ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ ഒരാംഗിൾ, ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. 2 സൈഡ് ഈക്വൽ ആണ്. ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. എങ്കിൽ അത് ഈസ് ദ മെഷർ ഓഫ് അതർ 2 ആംഗിൾസ്. ഇങ്ങനെ കണ്ടുപിടിക്കും. ഞാൻ എൽ എം എൻ എന്ന് പേര് കൊടുക്കുന്നു. ട്രയാങ്കിളിന്റെ ആംഗിൾ എല്ലും ആംഗിൾ എമ്മും കണ്ടുപിടിക്കണം. ഇങ്ങനെ കണ്ടുപിടിക്കാം. ആംഗിൾ എൽ, ഈ 2 സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ എം എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ എം ഈക്വൽ ടു എത്ര എഴുതാം? ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് 180, ടോട്ടൽ ആംഗിൾ 180 ആണ്. അതിൽ നിന്ന് ഈ ഒരു ആംഗിൾ മൈനസ് ചെയ്ത് കിട്ടുന്നതിന്റെ തുല്യമായിട്ട് വായിക്കുന്നതായിരിക്കും. ദാറ്റ് ഈസ് 180 മൈനസ് 30 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 180 മൈനസ് 30 150 by 2. That is 75 degree. ഓക്കെ ആണോ? ദിസ് ഈ ആംഗിൾ എത്രയാ? 75 ഡിഗ്രി. ഈ ആംഗിളും 75 ഡിഗ്രി. അപ്പൊ എങ്ങനെയാണ്? ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. 2 സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. therefore ആംഗിൾ എൽ ഈക്വൽ ടു ആംഗിൾ എൽ ഈക്വൽ ടു. ഇങ്ങനെ കണ്ടുപിടിക്കുന്നേ ടോട്ടൽ ആംഗിൾ 180 ആണ്. 180 മൈനസ് ഈ ആംഗിൾ കുറച്ച് കിട്ടുന്നതിന് തുല്യമായി വായിക്കുന്നു. 180 മൈനസ് 30 ബൈ 150 by 2. ദാറ്റ് ഈസ് 75 ഡിഗ്രി. മനസ്സിലായല്ലോ? ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ 2 ആംഗിൾ സൈഡ് ഈക്വൽ ആണ്. ഈ 2 ആംഗിളും എങ്ങനെ കണ്ടുപിടിക്കും? എളുപ്പം എനിക്ക് നിങ്ങൾക്ക് പറയാനും. ഈ ആംഗിള് സീക്വന്റ് നമുക്ക് പേര് കൊടുക്കാം. പി ക്യു ആർ. ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യു ഈക്വൽ ടു എളുപ്പം പറഞ്ഞേ 180 മൈനസ് ഈ ആംഗിളിന്റെ മെഷർ 70 ഡിഗ്രി
മൈനസ് 70/, ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദറ്റ് ഈസ് 110/2. ദറ്റ് ഈസ് 55 ഡിഗ്രി. ഈ ആംഗിൾ 55 ഡിഗ്രി, ഈ ആംഗിൾ 55 ഡിഗ്രി. ക്വസ്റ്റ്യൻ രണ്ട് ചെയ്ത് മനസ്സിലായോ? PQR എന്ന ട്രയാങ്കിൾ ഒരാംഗിള് ഇവിടെ ചിലപ്പോൾ ഇവിടെ ആയിരിക്കുന്നതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അത് രണ്ട് സൈഡ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഈക്വൽ എന്നങ്ങ് എടുത്തു. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ Q. ദറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ആംഗിൾ, ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അതിൽ നിന്ന് 70 മൈനസ് ചെയ്ത് കിട്ടുന്നതിന് തുല്യമായി വായിക്കണം. ദറ്റ് ഈസ് 180 മൈനസ് 70/2. ദറ്റ് ഈസ് 110/2 ഈക്വൽ ടു 55 ഡിഗ്രി. ഓക്കെ ആണല്ലോ? എങ്കിൽ നമ്മൾ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിലെ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേജ് നമ്പർ 27 കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 27 ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ABC. ആംഗിൾ എ കാണണം. ABC എന്ന ട്രയാങ്കിളിന്റെ എ കാണണം, ആംഗിൾ ബി കാണണം, ആംഗിൾ സി കാണണം. നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു പോയിന്റ് ചുറ്റുമുള്ള ആംഗിൾ ഇത് 120, ഇത് 120 ആയാൽ ഈ ആംഗിൾ എത്ര ആണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണെങ്കിൽ പോയിന്റ് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? 360 ആണ്. എങ്കിൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ 360 മൈനസ് രണ്ടു ആംഗിൾ രണ്ടും കൂടെ കുറച്ചേ പറയാം. 3 ആംഗിളല്ലേ തന്നിട്ടുള്ളൂ. ദറ്റ് ഈസ് 120 പ്ലസ് 120 ഈക്വൽ ടു 240. ദറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 120 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിള് 120 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാം. അപ്പൊ എല്ലാവർക്കും കിട്ടി കാണും. ഓക്കെ, കൺസിഡർ ദ ട്രയാങ്കിൾ AOB. ട്രയാങ്കിൾ AOB എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. രണ്ട് സൈഡിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിയേ. OA എന്ന സൈഡും OB എന്ന സൈഡും നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയേ. എന്താണ് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, അല്ലെങ്കിൽ ആരോ ആണ്. ആരത്തിന്റെ പ്രത്യേകത എന്താ? ഒരു ട്രയാങ്കിൾ, ഒരു സർക്കിളിന്റെ ആരോ എല്ലാം തുല്യ നീളമല്ലേ. അപ്പോൾ OA ഈക്വൽ ടു OB ആണ്. OAയും OBക്കും തുല്യ നീളമാണ്. ഇപ്പോൾ ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിട്ട് കിട്ടി. അപ്പൊ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ തന്നാൽ ബാക്കി രണ്ട് ആംഗിൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെ നമുക്ക് പേര് കൊടുക്കണം. OAB എന്ന ആംഗിൾ, OAB എന്ന ആംഗിൾ എത്ര വരും? C ഈക്വൽ ടു OAB എന്ന ആംഗിൾ ഇതാണ്. എന്ന് പറയുന്നത് ഇങ്ങനെ 180 മൈനസ് ബാക്കി 120 ഒരു ആംഗിൾ ഉണ്ട്, അതേ ബൈ 2. That is 60/2 equal to 30 degree. Angle OAB equal to 30 degree കിട്ടി. എങ്കിൽ OBA എന്ന ആംഗിൾ എത്ര? രണ്ടും ഈക്വൽ ആണല്ലോ. That is equal to angle OBA equal to 30 degree. ഈ ആംഗിൾ ഈക്വൽ ആണ്. അതുപോലെ നമുക്ക് ഈ സൈഡിന്റെ ആംഗിൾ കാണാൻ ഇത് 120 ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ AOC എന്ന ട്രയാങ്കിളിന്റെ ആംഗിൾ എല്ലാം 30 ഡിഗ്രി എന്ന് കിട്ടുമല്ലോ. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതുപോലെ 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. അതുപോലെ ഇതും 120 ആയതുകൊണ്ട് ഇതുപോലെ തന്നെ ഇതും 30 ഡിഗ്രി, 30 ഡിഗ്രി. എങ്കിൽ ആംഗിൾ A ഈക്വൽ ടു രണ്ട് ആംഗിൾസ് ചേർന്നു 30 പ്ലസ് 30. 30 പ്ലസ് 30 ആകുമ്പോൾ 60 ഡിഗ്രി. ആംഗിൾ P ഈക്വൽ ടു ഇവിടെ 30 പ്ലസ് 30 60 ഡിഗ്രി. ആംഗിൾ C ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ഈ ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി എല്ലാം കിട്ടി. എല്ലാം 120 ആയതുകൊണ്ട് 180 മൈനസ് 120/2. 180 120 മൈനസ് ചെയ്യുമ്പോൾ 60 കിട്ടി. 60/2 30. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി എന്ന് കിട്ടി. അതുപോലെ
എല്ലാ സൈഡിലും 120 വന്നുകൊണ്ട് ഓരോ ആംഗിൾ 120 വരുന്നതുകൊണ്ട് ഈ 3 ആംഗിളും നമുക്ക് കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ആംഗിൾ എ ഈക്വൽ ടു 30 പ്ലസ് 30 60 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു 30 പ്ലസ് 30 60 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ ടു 60 ഡിഗ്രി. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി ബാക്കിയുള്ള 26 പേജിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യുക. സംശയമുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ മാത്സ് ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഓക്കെ.